കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്രൂര റാഗിംഗാണ് നടന്നത്. ഒന്നാം വർഷ റാഗിംഗ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇരയായത് അതിക്രൂര പീഡനത്തിന് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരീരമാസകലം മുറിവേൽപ്പിച്ച ലോഷൻ ഒഴിച്ചു, ജനനേന്ദ്രിയത്തിൽ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കി, നഗ്നരാക്കിയുള്ള ദൃശ്യങ്ങൾ പകർത്തി. മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഈ അക്രമം നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, കേൾക്കുമ്പോൾ പോലും നെഞ്ച് പിടയ്ക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് മൂന്നാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. 1-2 വർഷം കഴിഞ്ഞ് ആശുപത്രികളിൽ മുറിവേറ്റ് എത്തുന്ന ആളുകളെ ചികിത്സിക്കേണ്ട വിദ്യാർത്ഥികളാണിത്. തീർച്ചയായും അതിക്രൂരം, പൈശാചികം, പ്രാകൃതം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സംഭവത്തെ സമീപകാലത്ത് തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ള റാഗിംഗ് ആണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയത്ത് കഴിഞ്ഞ 3 മാസമായി നടന്നു വന്നിരുന്നത്. ഒന്നാം വർഷ വിദ്യാർത്ഥികളായ 6 വിദ്യാർത്ഥികളെ ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ 5 അംഗ സംഘം ചേർന്ന് റാഗ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ നവംബർ 4-നാണ് ഇവർ ഇത്തരത്തിൽ ഈ നഴ്സിംഗ് കോളേജിൽ ആദ്യമായി ജോയിൻ ചെയ്യുന്നത്. ആ സമയം മുതൽ ഇത്തരത്തിലുള്ള റാഗിംഗ് ഇവർ നേരിടേണ്ടി വന്നു. റാഗിംഗ് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ, പ്രാകൃതമായ തരത്തിലുള്ള റാഗിംഗ് ആണ്. വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിൽ കട്ടിലിലിട്ട് കോമ്പസ് ഉപയോഗിച്ച് ആദ്യം ശരീരത്തിൽ കൊത്തുന്നു. അതിനുശേഷം ഈ വരുന്ന മുറിവുകളിൽ നിന്ന് ലോഷൻ, ബോഡി ലോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ തളിക്കുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. അത്തരത്തിൽ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് ഇവരുടെ വായ്ക്കുള്ളിൽ ഇതേ ബോഡി ലോഷനും അതുപോലെ തന്നെ ഈ ഫേസ് ക്രീം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒഴിക്കുകയാണ്. അത്തരത്തിൽ വളരെ പൈശാചികമായ തരത്തിലുള്ള റാഗിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ജനനേന്ദ്രിയത്തിൽ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന, ജിമ്മിലൊക്കെ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡമ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെട്ടിത്തൂക്കി അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പീഡനമാണ്, റാഗിംഗ് ആണ് ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജ്. ഒരു രക്ഷിതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഈ ക്രൂരമായ കൃത്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ആ രക്ഷിതാവിൻ്റെ പേര് പറയാൻ കഴിയില്ല നമുക്ക്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കോളേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ, അത് എത്ര നാളായി അരങ്ങേറിയിട്ടുണ്ട്? ആരൊക്കെയാണ് ഈ ക്രൂരകൃത്യത്തിന് വിധേയനായിട്ടുള്ളത്? ഈ ഞങ്ങൾ താമസിക്കുന്ന പീരുമേട് ക്ലബ്മേരി എസ്റ്റേറ്റില്. എന്നാൽ ഞങ്ങൾ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാ മാസവും കുട്ടിക്ക് ചെലവിനുള്ള പൈസ അയച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മളിരിക്കുന്ന ഇടുക്കി ജില്ലയാണ്, അത് കോട്ടയം ജില്ല. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ക്ലാസ് ടീച്ചർ വിളിച്ചിരുന്നു. നിങ്ങൾ സംഭവം അറിഞ്ഞായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചറിന് സംഭവം നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ 2-3 മാസമായിട്ട് അവര് പൈസ പിടിച്ചു വരികയും പിന്നെ അവര് നിരന്തരമായിട്ട് ശല്യം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു. ഞങ്ങൾ ഇരിക്കുന്ന ഇവിടെ ഇടുക്കി ജില്ലയിൽ, അതുകൊണ്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റിയല്ല. അപ്പൊ നമ്മളോട് ചോദിച്ചു, പറഞ്ഞു കുട്ടികളെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെ ഞങ്ങൾ വരണമെന്ന് വെച്ചാൽ വേണ്ട, ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവർ വേണ്ട നടപടി എടുത്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങളായിട്ട് പോലീസിൽ പരാതി കൊടുത്തോ അതോ കോളേജാണോ പ്രിൻസിപ്പൽ പരാതി കൊടുത്തു എന്ന് അറിയുന്നു? അതെ, പ്രിൻസിപ്പൽ പരാതി കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. ഇന്ന ഒരു ദിവസം ശല്യം ചെയ്യും, പൈസ പിടിച്ച് വരികയും ശല്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ വരണമെന്ന് വേണ്ട, ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആര് വേണ്ട നടപടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ക്രൂരകൃത്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? അതിൽ ഈ പിടിയിലായ 5 പേർ മാത്രമാണോ? നമ്മൾ ഈ സംഭവം അറിയുന്നില്ല. നമ്മൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ സംഭവം അറിയുന്നത്. അപ്പൊ ഈ 5 പേര് മാത്രമായിരിക്കില്ല അല്ലേ? അതോ? അതെ, 5 പേര് മാത്രമാണെന്ന് പറഞ്ഞു. മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന ഒരു പക്ഷേ പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അതിമാരകമായ രീതിയിലാണ് ഇത്തരത്തിൽ. അപ്പോൾ ഈ മദ്യലഹരിയിലൊക്കെ ആയിരിക്കാമല്ലേ? മദ്യലഹരിയിലായിരിക്കാം. പറയാത്തത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് ഈ സംഭവം പറഞ്ഞ പേടിച്ചിട്ടായിരിക്കും പറയാത്തത്. ഇവർ ഈ പണപ്പിരിവ് നടത്തുന്നതൊക്കെ മദ്യം വാങ്ങിക്കാൻ വേണ്ടി എന്നാണ് അവിടുത്തെ കുട്ടികളൊക്കെ തന്നെ പറയുന്നത്. ഇല്ല, സംഭവം നമ്മൾ അറിഞ്ഞില്ലല്ലോ, നമ്മൾ അറിയാതെ പറയാൻ പറ്റിയല്ലോ. നിങ്ങളുടെ മകനൊന്നും പറഞ്ഞിരുന്നില്ലേ? ഫോൺ വിളിക്കില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഈ സംഭവം ഇന്നലെ അറിയുന്നത്. ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. ഇതിനുശേഷം, ഈ സംഭവം അറിഞ്ഞതിന് ശേഷം മകനോട് സംസാരിച്ചോ? അപ്പൊ എന്താണ് പറഞ്ഞത്? സംസാരിച്ചപ്പം പറഞ്ഞു, പപ്പ വരണ്ട, അതിന്റെ വേണ്ട നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിൻസിപ്പാളും അതിന്റെ വേണ്ട നടപടി എടുത്തിട്ടുണ്ട്. കുട്ടികളെ ഇന്നലെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവര് ചെയ്തോളൂ, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു. അധ്യാപകർ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ? അവരോട് ചോദിച്ചോ? രക്ഷിതാവിന്റെ ഞങ്ങൾ വേണ്ട നടപടി എടുത്തോളാം, നിങ്ങൾ രക്ഷകർത്താവ് വരേണ്ടെന്ന് പറഞ്ഞു. എത്ര കാലമായത് ഇങ്ങനെ? 3 മാസം എന്ന് അറിയുന്നു. എത്ര കാലമായിട്ട്? 3 മാസമാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് എന്ന് മകൻ പറഞ്ഞോ? പറയാൻ ബുദ്ധിമുട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസ അവരോട് പിടിച്ചു വരികയും മാനുഷ്യമായിട്ട് അവരെ ശല്യം ചെയ്യും, തല്ലുകയും ഇതുപോലെ ശല്യമായിരുന്നു പറഞ്ഞു. ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നോ? അതെ. ഈ ഉപദ്രവിക്കുന്ന രീതിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുളവാക്കുന്നതാണ്. കാരണം അത്രമേൽ കോമ്പസ് കൊണ്ട് പുറത്ത് വരയുക, അവിടെ ബോഡി ലോഷൻ ഉപയോഗിക്കുക. അപ്പോൾ എത്രമാത്രം ക്രൂരമെന്ന് നോക്കണം ആ കുട്ടികളുടെ മനസ്സ്. ഒരു രക്ഷിതാവെന്ന നിലയിൽ കേൾക്കുമ്പോൾ നമ്മൾ ഈ സംഭവം അറിയുന്നില്ല.
അല്ല, ഈ ഞാൻ സംഭവം നമ്മൾ പറഞ്ഞത് ഇന്നലെ അറിഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞത് അവിടെ ഈ പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു ഞെട്ടൽ. അപ്പോൾ അങ്ങയുടെ ഒരു കുഞ്ഞവിടെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ കേൾക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ. അതെ. ഇനി എങ്ങനെയാണ് പോലീസ് അന്വേഷണത്തിൽ ഒക്കെ തന്നെ തെളിവെടുപ്പും ഒക്കെ ഉണ്ടാകും? അപ്പോൾ മകൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവെക്കുമോ? പങ്കുവെക്കും പറഞ്ഞിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. കോളേജിന്റെ ഈ പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പം ഇവരിപ്പോ സസ്പെൻഷൻ മാത്രമാണ് സസ്പെൻഡ് ചെയ്തു തോന്നുന്നു അല്ലെ ഈ 5 പേരെയും. ഈ പ്രിൻസിപ്പളും അറിയാൻ വൈകിയോ? തന്നെ കേസ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ പ്രിൻസിപ്പൾ അവിടെയുള്ള കോളേജിലെ ഈ അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ ഈ കാര്യം അറിയാൻ വൈകിയോ? വൈകിയെന്നാ എന്റെ ഞാൻ ഈ 3 മാസമായിട്ട് നടന്നിട്ട് കുട്ടികള് പ്രിൻസിപ്പാളത്തെ രക്ഷകർത്താവുണ്ടല്ലേ, ഈ കുട്ടികള് പിന്നെ പ്രിൻസിപ്പാളോടോ ക്ലാസ് ടീച്ചറോടോ പറഞ്ഞാലേ അവര് ആക്ഷൻ എടുക്കുകയുള്ളൂ. ഇവര് നിരന്തരം ശല്യം ചെയ്യപ്പോ നിങ്ങളെ പിന്നെ എന്തെങ്കിലും നിങ്ങളെ ഇങ്ങനെ ടീച്ചറോ അല്ലെ നിങ്ങൾ ക്ലാസ് ടീച്ചറിനോടോ അല്ലെ നിങ്ങളെ രക്ഷകർത്താവോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ കുട്ടികൾ പേടിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ ഇനി മറ്റ് കാര്യങ്ങൾ, കാരണം ഇവർക്ക് എത്ര, ഈ 5 പേർക്ക് എത്ര, അവരുടെ പ്രായം സംബന്ധിച്ച് എന്തെങ്കിലും അറിവല്ലോ ഉണ്ടോ? ഇല്ല, അറിയത്തില്ല. അപ്പൊ 21 കൂട്ടിയാൽ മതി, 23, 24 വയസ്സാണ്. മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ശരി, 23 വയസ്സ് 24 ഇടയ്ക്ക് കാണും. ശരി, വളരെയധികം നന്ദി അച്ഛൻ സംസാരിച്ചതിന്. ഷിനോജിലേക്ക് രക്ഷിതാവ് അങ്ങ് പോകരുത്, ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി, കുറച്ച് ഡീറ്റെയിൽസ് കൂടി ചോദിക്കാനുണ്ട്. കാരണം ഈ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കുട്ടികളെയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സ്കൂളുകളിലേക്ക് നമ്മുടെ മുന്നിലൊക്കെ സിദ്ധാർത്ഥന്റെ സംഭവമൊക്കെ വയനാട് നടന്ന കൊടിയ പീഡനത്തിന് ശേഷം നമ്മൾ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി ചിന്തിക്കപ്പെടേണ്ടതല്ലേ? അധികാരികളും ഈ കോളേജ് അധികൃതരും ഒക്കെ തന്നെ അത് പരിശോധിക്കേണ്ടത് കൂടിയല്ലേ? അതെ, എന്നാലും കുട്ടികള് നമ്മൾ വീട്ടിലായാലും കോളേജിലായാലും ഹോസ്പിറ്റലിലായാലും കുട്ടികൾ പറഞ്ഞാൽ മാത്രമല്ലേ അവർക്കറിയാൻ പറ്റുള്ളൂ. അവര് അന്വേഷിക്കും, പ്രശ്നം അന്വേഷിക്കുന്ന ക്ലാസ് വരുന്നു, നിങ്ങൾ പഠിക്കുന്നതോട് നോക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ പറഞ്ഞാൽ മാത്രമല്ലേ അവരെ അറിയത്തുള്ളൂ. എന്നാൽ പിന്നെ അവരും എക്സ്ക്യൂസ് കാണിച്ചു കാണും. അവിടെ വാർഡനുണ്ട്, പിന്നെ അതില് വാച്ച്മാൻ സെക്യൂരിറ്റി ഗാർഡുണ്ട്, അവരും കുറച്ച് എക്സ്ക്യൂസ് കാണിച്ചു കാണും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ അച്ഛ, ഇപ്പം ഈ ഹോസ്റ്റലിലാണല്ലോ താമസിച്ചിരുന്നത്, അപ്പൊ സ്വാഭാവികമായും അവിടെ ഈ കാണുന്ന മറ്റു കുട്ടികൾ ആരും ഒരു പരാതി, ഈ ഹോസ്റ്റലിന് ഒരു വാർഡൻ ഉണ്ടാവില്ല സ്വാഭാവികമായും, അവരാരും അറിഞ്ഞില്ലെന്നാണോ ഈ കഴിഞ്ഞ 3 മാസമായിട്ട്? അതെ, അങ്ങനെ ആയിരിക്കാം. അല്ലെ പിന്നെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിയിലാവുമല്ലോ. ഈ കുട്ടികളെ നിരന്തരം ശല്യം ചെയ്യുന്നത് വാർഡനോ അല്ലെ അവിടുത്തെ വാച്ച്മാനോ അല്ലെ പ്രിൻസിപ്പാളോ അറിഞ്ഞിരുന്നാലേ നമുക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ.